ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ അമ്മനെ കണ്ട് തൊഴിൽ പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചതാണ്. അതെ, പ്രാർത്ഥിക്കാന്നുള്ളതിലാണ് വന്നത്. വിളക്കെടുത്തിട്ടില്ല, സർജറി കഴിഞ്ഞ്. കാരണം ഇത് പുരുഷനങ്കനമാരുടേതാണ് എന്നൊരു വിശ്വാസമാണല്ലോ. അപ്പോൾ ശരിക്കും ഒരു സ്ത്രീയായി മാറിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളൊരു സ്ത്രീ എന്നുള്ള ഇതായതുകൊണ്ട് പ്രാർത്ഥിക്കാന്നുള്ളതാണ്. കാരണം നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയുക. കാരണം ഇതിനു മുമ്പേ നമ്മൾ വന്നിട്ട് നമ്മുടെ നേർച്ചകളും ഇതൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ പല ആഗ്രഹങ്ങളും സാധിച്ചതെന്നുള്ളൊരു വിശ്വാസമാണ്. അപ്പോൾ ആ ഒരു പ്രകാരം എല്ലാ വർഷവും വന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുക. അതുപോലെ ഇപ്രാവശ്യം വന്ന് ഞങ്ങളൊരു നേർച്ച, അങ്ങനെ നമ്മുടെ ഓരോ വർഷവും നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ വരും വർഷങ്ങൾ അത് സാധ്യമാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. മുൻകാലങ്ങളിൽ ഇത് വനപ്രദേശമായിരുന്നു, കാവുംകുളമായിട്ട് ഇറങ്ങുന്ന പ്രദേശമായിരുന്നു. ഇവിടുത്തെ ഐതിഹ്യ പ്രകാരം അങ്ങനെയാണ്. അപ്പം കുറച്ച് കുട്ടികൾ ഈ കാലി മേയ്ക്കുന്ന സമയത്ത് ഈ പുൽപ്രദേശത്ത് പോയപ്പോൾ ഒരു തേങ്ങ കിട്ടുകയും ആ തേങ്ങ ഒരു തൊട്ടടുത്ത് കാണുന്ന ഒരു കല്ലിൽ അത് ഉടക്കുകയും ചെയ്തപ്പോൾ അതിൽ നിന്ന് രക്തം വരികയും ചെയ്തു. അങ്ങനെ നാട്ടുപ്രമാണിമാരെ അറിയിച്ചപ്പോൾ അതിൽ ദേവിയുടെ സാന്നിധ്യമുണ്ട്, പ്രശ്നം തെളിയുകയും അങ്ങനെ അത് ആ ദേവി വനതുർഗയാണ് എന്നുള്ള പ്രശ്നം തെളിയുകയും പിന്നീട് ഒരു ക്ഷേത്രം ഉണ്ടാവുകയും അവിടെ ആ തേങ്ങ വെച്ച് തന്നെ ദേവിക്ക് പറ്റ നിവേദ്യം ഉണ്ടാക്കി കൊടുക്കുകയും പിന്നീട് അവിടെ ബാലന്മാർ മാത്രം ഉള്ളത് കൊണ്ട് ബാലന്മാരെ കൊണ്ട് തന്നെ അവർ വിളക്കെടുപ്പിച്ച് ദേവിക്ക് ഒരു നിവേദ്യമായി കൊടുക്കുകയും ചെയ്തു. അത് കാലാകാലങ്ങളായി ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കും. അതാണ് കുട്ടികളങ്ങനെ സമയവിളക്കിൻ്റെ വരും 15 വർഷം വരുന്നുണ്ട്. നേർച്ച ഉണ്ട്, ഒരു നേർച്ച ഉണ്ട്. ഇന്നലെ നേർച്ച ഉണ്ടായിരുന്നു. ഇന്ന് 2 ദിവസം കൊണ്ടായിട്ട് വിളക്കെടുത്തേ ഉള്ളൂ. ஆக்சுவலி இது ஃபஸ்ட் டைம் இப்போ வந்ததே இல்லை. இப்போ நிறையா பேபி இருக்க சாமிக்கிட்ட எல்லாம் நடக்கும் நம்புகிறேன். அதனால தான் நல்லாயிருக்கும். മേക്കപ്പൊക്കെ ഞാൻ ചെയ്തത്. എനിക്ക് മേക്കപ്പ് എല്ലാവർക്കും ഇഷ്ടമാണ്. മേക്കപ്പൊക്കെ ഞാൻ ചെയ്ത മേക്കപ്പാണ്. കോസ്റ്റ്യൂമൊക്കെ ഞാനല്ലേ ചൂസ് ചെയ്തത്. വോളണ്ടിയേഴ്സിന്റെയും നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ്. Thank you.